വാർദ്ധക്യകാലം സുവർണകാലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഐക്യനാട് പഞ്ചായത്തിലെ കടയിരിപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹസ്പർശം വയോജന കൂട്ടായ്മയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ജനശ്രദ്ധയാകർഷിക്കുന്നു. പുൽക്കൂടിന്റെ സ്മരണകൾ ഉണർത്തിയ റാലിയും കലാപരിപാടികളും വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആവേശം പകർന്നു. മനസ്സിൽ സന്തോഷവും മുഖത്ത് പുഞ്ചിരിയുമായി അവർ ഒത്തുചേർന്നു. ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള സ്നേഹസ്പർശം വയോജന കൂട്ടായ്മയാണ് ഇത്തവണയും വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി കടയിരിപ്പിൽ നടന്ന ക്രിസ്മസ് റാലി ഏറെ ആകർഷകമായിരുന്നു. തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയ പുൽക്കൂടും ദീക്ഷയുടെ പൂക്കളായി മാറിയ വയോജനങ്ങളും നവയുഗ പിറവിയുടെ സന്ദേശവാഹകരായി മാറിയ ഗ്രേസ് ബഡ്സിലെ കുട്ടികളും റാലിക്ക് മിഴിവേകി. തുടർന്ന് ഐക്യനാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ ജോയ്സ് സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ദൈവം സ്നേഹിക്കുന്നത്, അളവറ്റ് സ്നേഹിക്കുന്നത്. ആ സ്നേഹമാണ് വാസ്തവത്തിൽ ഇവിടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹസ്പർശം എന്ന ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ സംഘാടകർ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് പലപ്പോഴും നമുക്കൊരു പങ്കുവെക്കലിന്റെ ഒരു അനുഭവം. ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജോസ് കെ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രദീപ് മുഖ്യ അതിഥിയായിരുന്നു. നമ്മൾ LKG കൊണ്ട് ചേർക്കുന്ന പോലെയാണ് ഇപ്പോൾ അച്ഛനെയും അമ്മേനെയും ഇവിടെ കൊണ്ടുവന്ന് വിടണേ. കാരണം മക്കള് ജോലിക്ക് പോകും, അവർക്കൊരു സന്തോഷം ഇവിടെ വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. അവരെൻ്റെ അച്ഛൻ വീട്ടിൽ മൂകയായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മ വെറുതെ ഇരിക്കുകയാണ്, അവർക്ക് ഇവിടെ വരുമ്പോഴാണ് ഒരു സന്തോഷം. നമുക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് നൽകാൻ പറ്റുന്നത് ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ സന്തോഷം
സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഈ സ്നേഹസ്പർശത്തിൽ ആവോളമുണ്ട്. കോലഞ്ചേരി ക്യൂൻ മേരീസ് പള്ളി വികാരി ഫാദർ പോൾ മാടൻ ക്രിസ്മസ് സന്ദേശം നൽകി. ആട്ടിടയന്മാര് സമൂഹത്തിൽ താഴെയുള്ള വ്യക്തികളാണ്. മനുഷ്യരെ പോലെ കണക്കാക്കാത്ത ഒരു വിഭാഗമാണ് ആട്ടിടയന്മാർ. അവർക്കാണ് യേശു പിറന്നപ്പോൾ ദർശനമുണ്ടാകുകയും അവർ പോയി കാണുകയും ചെയ്യുന്നത്. അന്നവർക്ക് മനസ്സിലായി ഞങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന്, ഞങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. നമുക്കുള്ള വലിയ പ്രശ്നം ഇതാണ്, നമ്മളൊന്നും വിലയില്ലാത്തവരാണെന്ന് ചിന്തയുണ്ടാകും. അമ്മമാർ ചിന്തിക്കുന്നുണ്ടാകും, വീട്ടിലെ കാരണവന്മാർ അപ്പന്മാരാണ്, അച്ഛന്മാരാണ്, അവരാണ് കുടുംബനാഥൻ, ഞങ്ങളൊക്കെ അടുക്കളപ്പണി ചെയ്തൊക്കെ ജീവിക്കുന്ന വ്യക്തികളാണെന്ന് ചിന്തയുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും വിലപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം കൊടുക്കുകയാണ് ക്രിസ്മസിലൂടെ ചെയ്തത്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി സംഘടന നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ട്രസ്റ്റ് സെക്രട്ടറി ലിസി ജേക്കബ്, ചീഫ് അഡ്വൈസർ ജേക്കബ് പിടശ്ശേരിൽ എന്നിവർ വിശദീകരിച്ചു. ഐക്യർനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്നേഹസ്പർശം അംഗം സി വി കുര്യാക്കോസ്, ഗ്രേസ് ബഡ്സ് അംഗം ശ്രീലക്ഷ്മി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തുടർന്ന് സ്നേഹസ്പർശത്തിലെ മുതിർന്ന അംഗങ്ങളും ഗ്രേസ് ബഡ്സിലെ കൊച്ചുമിടുക്കരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കുക. നിങ്ങളെല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരിക്കും. വരുവി. ഓണവും ക്രിസ്മസും ലോക വയോജന ദിനവുമെല്ലാം ആഘോഷമാക്കി മാറ്റുന്ന ഈ കൂട്ടായ്മ വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടലുകൾ മാറ്റിവെച്ച് സന്തോഷത്തോടെ മുന്നേറുവാൻ തങ്ങൾക്ക് വലിയ കരുത്താണെന്ന് ഓരോ അവസരങ്ങളിലും തെളിയിക്കുകയാണ് സ്നേഹസ്പർശം കൂട്ടായ്മ. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം. ും